നമസ്കാരം. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു വിഷുക്കാലം കൂടി വന്നെത്തിയിരിക്കുന്നു. കണിയോർമ്മക്കാലത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മുഖവുര അധികം ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്, ഹരി പത്തനാപുരം. അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. സ്വാഗതം. നമുക്ക് വിഷുക്കാലമാണല്ലോ, അപ്പോൾ വിഷുവിൻ്റെ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. വിഷു എന്ന് പറയുമ്പോൾ താങ്കൾക്ക് എന്താണ് പെട്ടെന്ന് ഓർമ്മ വരുന്ന മനസ്സിലേക്ക്? എൻ്റെ വ്യക്തിപരമായ ഓർമ്മയാണെങ്കിൽ വിഷു കാലയളവ് എന്ന് പറയുന്നത് കൈനീട്ടമൊക്കെ അന്ന് നമുക്ക് പൈസ നമ്മളുടെ സമ്പാദ്യത്തിലേക്ക് ചെറിയൊരു പൈസ കിട്ടുന്ന ഒരു ദിവസമായിട്ടാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. പിന്നെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകുന്നതും ബന്ധുക്കളൊക്കെ വരുന്ന അന്ന് ഞങ്ങൾ ഇടപ്പോൺ എന്ന് പറഞ്ഞ അമ്മയുടെ ഒരു ആങ്ങളയുടെ വീടുണ്ടായിരുന്നു. അവിടെ വന്നത് ഷാർങ്ങൻകാവ് എന്ന് പറഞ്ഞൊരു അമ്പലത്തിൽ ഉത്സവമുണ്ട്. എല്ലാ വർഷവും വിഷുവിന് അവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വർഷം അമ്മാവനില്ല, അമ്മാവനിപ്പം മരണപ്പെട്ടു പോയി. പെട്ടെന്ന് ഓർമ്മ വരുന്നത് അത്തരത്തിലുള്ള വിഷു കാലത്തിൻ്റെ ഓർമ്മകളാണ്. അപ്പോൾ അല്ല, ഇപ്പം നമ്മൾ ഓരോരുത്തർക്കും അവരവരുടെ കാലങ്ങളിലുള്ള ആഘോഷങ്ങൾ വളരെ പ്രധാനം, അത് മനോഹരം തന്നെയാണ് എപ്പോഴും. ഇപ്പോൾ പണ്ടുള്ളവർ പറയും ഞങ്ങളുടെ കാലത്ത് ഓണം ഗംഭീരമായിരുന്നു, പക്ഷെ നമുക്ക് നമ്മുടെ ഓണം വലിയ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ ഉള്ള കുട്ടികളിൽ നമ്മൾ ശ്രദ്ധിച്ചുള്ള ഈ തലമുറകളിൽ പലർക്കും വിഷു ഓണം എന്ന് പറയുന്ന വിശേഷങ്ങളൊക്കെ വെറും ഫോട്ടോഷൂട്ട് മാത്രമായി മാറിയിരിക്കുകയാണ്. അതായത് സെറ്റ് മുണ്ടൊക്കെ കൊടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, പിന്നെ കിടന്നുറങ്ങുന്നു, അതാണ് സ്ഥിരം. അപ്പോൾ ഈ വിഷുവിനെ കുറിച്ച് ഇപ്പോഴത്തെ തലമുറയോട് എന്താണ് പറയാനുള്ളത്? ഈ വിഷു എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊരു ചിലർ പുതുവർഷമായിട്ട് ആഘോഷിക്കും. ശരിക്കും അതിൻ്റെ ഒരു സാംസ്കാരിക പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ വിളവെടുക്കുന്ന ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. വിളവിറക്കാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഉത്സവമാണ് വിഷു എന്ന് പറയുന്നത്. ഒരു പുതുതായിട്ട് കൃഷി ആരംഭിക്കാൻ വേണ്ടി കർഷകർ തുടങ്ങുന്നതാണ്. പിന്നെ ഈ സൂര്യസംക്രമവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ജ്യോതിഷത്തിൽ വിഷുവിൻ്റെ പ്രാധാന്യം പറയുന്നത്. സൂര്യൻ മീനരാശിയിൽ നിന്ന് മേടരാശിയിലേക്ക് സംക്രമിക്കുന്നത്. ഈ ദിവസം രാത്രിയും പകലും തുല്യമാണ്. പണ്ട് അങ്ങനെയായിരുന്നു, ഇപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. വർഷത്തിൽ 2 ദിവസമാണ് അങ്ങനെ വരുന്നത്. അങ്ങനത്തെ ഒരു ദിവസമാണ് ഈ മേട വിഷു എന്ന് പറയുന്നത്. അപ്പം ഈ നമുക്കിപ്പോൾ പുതുതലമുറയുടെ ഈ ആഘോഷങ്ങൾ അത് തെറ്റാന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എപ്പോഴും ജീവിതം ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്ത് ഈ പിള്ളേരൊക്കെ പുറത്ത് പോകുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് മൈഗ്രേഷൻ. നമ്മൾ ഓണം ആഘോഷിക്കുന്നതിനേക്കാൾ വളരെ മനോഹരമായി അവരാണ് ഓണം ആഘോഷിക്കുന്നത്. ഒരുപക്ഷെ വിഷുവും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വെറുതെ നമ്മുടെ ഒരു പൊങ്ങച്ചത്തിന് നമ്മൾ മലയാളികൾ, നമ്മളിവിടെ നിൽക്കുന്നവർ, നമ്മൾ ട്രഡീഷണലായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും എനിക്ക് തോന്നി കേരളത്തിന് പുറത്തും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തും ഒക്കെയുള്ള ആളുകളാണ് ഈ കണി കാണലാണെങ്കിലും കൈനീട്ടാണെങ്കിലും. കാരണം അവർക്കാണ് ആ ഗൃഹാതുരത്വം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത്. നമ്മളിവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര ഫീലിംഗ് ഇല്ല. ഇപ്പോൾ ഞാനൊരു ഓണവുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ പറയാം. നമ്മൾ ഈ മുൻ വർഷങ്ങളിൽ നിന്ന് നോക്കിയാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം പോലും ക്ലബ്ബുകൾ വളരെ കുറവായിരുന്നു ഓണാഘോഷങ്ങൾ നടത്തിയത്. ഒന്ന് എടുത്തു നോക്കിയാൽ നമ്മുടെ നാട്ടിൻപുറം എടുത്ത് നോക്കിയാൽ മതി. അതേസമയം നോക്കിക്കോ, ഈ നമ്മൾ വിദേശ രാജ്യത്തു നിന്നാണ് ഓണാഘോഷം. അവിടെ ചിലപ്പോൾ ഇല്ലീഗലായിരിക്കാം, ചെയ്യരുതെന്ന് പറയുമായിരിക്കാം, എന്തെങ്കിലും അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ആഘോഷം. ഇപ്പോൾ ദുബൈ പോലുള്ള രാജ്യങ്ങളിൽ ആനയിറക്കി ചെയ്യാനുള്ള പരിപാടികൾ, പിന്നെ ചെണ്ടമേളം, ചിങ്കാരിമേളം, വനിതകളുടെ ചെണ്ടമേളം, പുലികളി, അപ്പോൾ അവരാണ് കൂടുതൽ ഓണം ആഘോഷിക്കുന്നത്. പിന്നെ പുതിയ തലമുറയിലെ പിള്ളേർ മൊബൈലിലായിരിക്കും ചിലപ്പോൾ കണി കാണുന്നത്. എത്ര വീടുകളിൽ കണി ഒരുക്കുന്നു എന്നൊരു കാര്യമുണ്ട്. പിന്നെ നമ്മുടെ ആഘോഷങ്ങൾ അത് എപ്പോഴും ഒരു സമൃദ്ധിയുടെ പ്രതീകങ്ങളായിട്ടാണ് കൊണ്ടാടുന്നത്. സമൃദ്ധിയാണ് എല്ലാ ആഘോഷങ്ങളും. അപ്പം നമുക്ക് സമൃദ്ധി തരണേ എന്നുള്ള പ്രാർത്ഥനയും അത് കൊണ്ടാടുന്നത് നല്ലതാണ്. അപ്പോൾ പുതിയ തലമുറയിലെ പിള്ളേരും അങ്ങനെ കൊണ്ടാടട്ടെ, അതിൽ നല്ലത്. അതെ അതെ. ഈ വിഷു കാലം വരുമ്പോൾ പ്രത്യേകിച്ച് മലയാളികൾ നോക്കുന്നത് ഈ വിഷു ഫലം എല്ലാ മാസികകളായാലും ചാനൽസ് ആയാലും ഒക്കെ വരുന്നതാണ് വിഷു ഫലം. അപ്പോൾ ഇത് കണ്ടിട്ട് ഇത് നമുക്ക് നമ്മുടെ വർഷം നല്ലതാണോ മോശമാണോ എന്നൊക്കെ നോക്കുന്നു, അതിനെക്കുറിച്ച് ഓർത്ത് കുറേ ടെൻഷൻ അടിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താ പറയുക? ശരി, നമ്മളത് ജ്യോതിഷമായിട്ട് കണക്ട് ചെയ്തിട്ടേ, ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു പ്രവചനമല്ല. ഇന്നത് സംഭവിക്കും എന്ന് ജ്യോതിഷത്തിൽ പറയുന്നില്ല. പ്രോബബിലിറ്റീസ് ആണ്, സാധ്യതകളാണ്. വിഷുഫലമാണെങ്കിലും ആഴ്ചഫലമാണെങ്കിലും ദിവസഫലമാണെങ്കിലും അല്ല ഇനി ന്യൂ ഇയറിൻ്റെ ഫലമാണെങ്കിലും ഇന്നത് സംഭവിക്കും എന്നല്ല, സാധ്യതകളുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഈ വിഷു കാലയളവ് നിങ്ങൾ സാമ്പത്തികമായ ബാധ്യതകളിൽ പെടാതെ ശ്രദ്ധിക്കണം എന്ന് വേണമെങ്കിൽ ഒരു ആസ്ട്രോളജറിന് പറഞ്ഞു കൊടുക്കുക. അപ്പം നമ്മൾ ആവശ്യമില്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക. അത് ഈ വിഷുവിൻ്റെ ഒരു ഫലത്തിൽ പറയുന്നതാണ്. ശരിക്കും പ്രകൃതിയെ പറ്റി പോലും ഒക്കെ
വിഷുബലത്തിൽ പറയുന്നുണ്ട്. അപ്പം ഈ വിഷുവിന്റെ ഒരു സംക്രമത്തെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. സൂര്യന് 4 തരത്തിലുള്ള സംക്രമങ്ങൾ പറയുന്നുണ്ട് ജ്യോതിഷത്തിൽ. ഒന്ന് പിന്നെ അയന സംക്രാന്തി, വിഷുവ സംക്രാന്തി, രാശി സംക്രാന്തി, ബിംബ സംക്രാന്തി, അയന സംക്രാന്തി, വിഷുവ സംക്രാന്തി. അതിൽ വിഷുവ സംക്രാന്തിയാണ് ഈ ഏറ്റവും പ്രാധാന്യം ഉള്ളത്. അപ്പൊ ഈ ഒരു സംക്രമത്തെ ഒരു പുരുഷനായി സങ്കല്പിച്ചുകൊണ്ട് ഈ വാസ്തു പുരുഷൻ എന്നൊക്കെ പറയുന്ന പോലെ അതിന്റെ വസ്ത്രാഭരണാദികളിൽ വ്യത്യാസമുണ്ടായിട്ട് അതനുസരിച്ച് ഒരു വർഷം ലോകത്താകമാനം പ്രത്യേകിച്ച് ഓരോ നക്ഷത്ര സമൂഹങ്ങളിലുള്ള ആളുകൾക്ക് അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്ന ഫലമാണ് വിഷുഫലം എന്ന് പറയുന്നത്. ഇപ്പൊ ചോദ്യം ഇത് സംഭവിക്കുമെന്നല്ല, ഇപ്പൊ നിങ്ങൾ നശിച്ചു പോകും എന്നല്ല, നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നം. ഇപ്പൊ ഒരു കുഴിയുണ്ട് ഇവിടെ, നിങ്ങൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിച്ചോണം, അവിടെ ഒരു കുഴിയുണ്ടെന്ന് പറഞ്ഞാൽ കുഴിയിൽ പോയി നിങ്ങൾ വീഴണം എന്നല്ല അർത്ഥം, നിങ്ങൾ ആ കുഴിയെ ഒഴിഞ്ഞു പോകണം എന്നുള്ളതാണ്. അപ്പൊ ഈ വിഷു കാലയളവ് മുതൽ അടുത്ത വിഷു കാലയളവ് വരെ നിങ്ങൾ എടുക്കേണ്ട പ്രതിജ്ഞകളാണ് ശരിക്കും വിഷുഫലം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പുലരേണ്ട ചില കാര്യങ്ങൾ, മാന്യതകൾ, സാമ്പത്തികമായ അച്ചടക്കങ്ങൾ, നമ്മുടെ സ്വഭാവ രീതികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കമിടുക എന്നുള്ളതാണ് ഓരോ വിഷു കാലയളവും നമ്മളോട് പറഞ്ഞു തരുന്നത്. നമ്മൾ എങ്ങനെ എടുക്കുന്നു എടുക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്, പക്ഷെ അതാണ് അൾട്ടിമേറ്റ് ആയിട്ട് അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനിയും നമ്മുടെ ഇതിലേക്ക് വരാം. ഇപ്പം ജ്യോതിഷമായിട്ട് മീൻസ് ബന്ധമുള്ള കുടുംബമായിരുന്നു താങ്കൾ. അപ്പം അപ്പം ഈ താങ്കളും ജ്യോതിഷം തന്നെ അതിലേക്ക് തന്നെ വരാം എന്ന് തീരുമാനിക്കാൻ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ? പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ നമ്മളൊരു ഫീൽഡ് തിരഞ്ഞെടുക്കുമ്പോൾ. കൊച്ചിലെ മുതലേ കാണുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരാൻ ആകർഷകമായ ഒരു കാര്യം എന്താണ്? ശരിക്കും ഞാനൊരു ജ്യോത്സ്യനാകേണ്ട ഒരാളല്ല. എൻ്റെ ലൈഫ് സ്റ്റൈൽ ഒരിക്കലും ഞാനൊരു ജ്യോത്സ്യനാകേണ്ടുന്ന ജീവിത രീതികൾ, പണ്ട് എന്താണോ ഒരു ജ്യോതിഷം എന്നുള്ള കോൺസെപ്റ്റ് മനുഷ്യൻ്റെ മനസ്സിലുള്ളത്, അതിന് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ഞാൻ അന്നും ഇന്നും എൻ്റെ ലൈഫ് സ്റ്റൈല് ചിലപ്പോൾ ഒരു ജ്യോത്സ്യൻ ഇങ്ങനെ ചെയ്യാമോ, ഇത് ചെയ്യുന്നത് തെറ്റല്ലേ എന്നും തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം എൻ്റെ ലൈഫ് സ്റ്റൈൽ ഞാനൊരു ജ്യോത്സ്യനാവാൻ വേണ്ടി എൻ്റെ ജീവിത രീതിയിലോ എൻ്റെ ഡ്രസ് കോഡിലോ എൻ്റെ ലൈഫ് സ്റ്റൈലിലോ ഒന്നും ഒരു മാറ്റം വരുത്തിയിട്ടില്ല. അപ്പം ശരിക്കും ബേസിക്കലി ഞാനൊരു മാധ്യമ പ്രവർത്തകനായിരുന്നു. അപ്പം ഞങ്ങൾ പത്തനാപുരത്ത് GCN എന്ന് പറയുന്ന ഒരു പ്രാദേശിക ചാനൽ ഉണ്ടായിരുന്നു. ACV കഴിഞ്ഞാൽ ഡെയിലി വാർത്തകളുള്ള ഒരു ചാനലായിരുന്നു അത് ദിവസം. അപ്പം ഞാനതിൽ വാർത്താ അവതാരകനായിരുന്നു. ഞാൻ വാർത്ത എഴുതുമായിരുന്നു, വാർത്ത വായിക്കുമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം, അന്ന് ലേപ്പലൊന്നുമില്ല. മൈക്കെടുത്ത് വയറ്റിൽ വെച്ച് കയറ് വെച്ച് കെട്ടിയിട്ട് 100 വോൾട്ടിന്റെ ബൾബൊക്കെ ഇങ്ങനെ ഡയറക്റ്റ് മുഖത്തേക്ക് അടിച്ചിട്ട് വാർത്ത വായിക്കുമായിരുന്നു. അന്ന് എഡിറ്റിംഗ് കമ്പ്യൂട്ടറിലല്ല, VCR VCP എഡിറ്റിംഗ് ആണ്. അപ്പം നമ്മൾ ഇടയ്ക്ക് പറഞ്ഞു വരുമ്പോൾ ഒരു തെറ്റുണ്ടായാൽ വീണ്ടും ഒന്നേന്ന് നമ്മൾ വായിച്ചു തുടങ്ങേണ്ട അന്നത്തെ കാലത്ത് വാർത്ത വായിച്ച് തുടങ്ങിയ ആളാണ്. എൻ്റെ അച്ഛൻ, ഞങ്ങൾ പാരമ്പര്യമായി ട്രഡീഷണൽ ആസ്ട്രോളജി കുടുംബമാണ്. ഞങ്ങൾ 3 ആൺപിള്ളേരാണ്. എൻ്റെ അച്ഛൻ ആഗ്രഹം ഞാൻ ജ്യോത്സ്യനാവണമെന്നാണ്. എനിക്കാണത് ആഗ്രഹമില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ എൻ്റെ അച്ഛനുമായിട്ട് വളരെ ആത്മബന്ധം എല്ലാ മക്കൾക്കും ഉണ്ടാവും, പക്ഷെ ഞങ്ങൾ കുറച്ചുകൂടെ കൂടുതലായിരുന്നു. ഞങ്ങൾ വലിയ സൗഹൃദവും സ്നേഹവും, ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടക്കുകയും ഞങ്ങൾ ടൂർ അടിക്കുക അങ്ങനെ ചെയ്യുന്ന. അപ്പം അച്ഛനോട് പറഞ്ഞടാ നീ ജ്യോതിഷാവണം. അപ്പോൾ ചെറുതേ മൂലം കേട്ട് വരുന്നുണ്ട്. പിന്നെ സംസ്കൃത കോളേജിലൊക്കെ പോയി പഠിച്ചു. പിന്നെ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോസിറ്റീവായിട്ട് പറ്റുമെങ്കിൽ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ആളാണ്. വാർത്താ അവതാരകൻ എന്നുള്ള നിലയിലാണെങ്കിലും മറ്റേതെങ്കിലും മേഖലകളാണെങ്കിലും അങ്ങനെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഞാൻ ജ്യോതിഷത്തിലേക്ക് വന്നത്. അല്ല പർപ്പസ്ഫുള്ളി പണ്ട് മുതലേ ജ്യോത്സ്യനാവണം അങ്ങനെ ചിന്തിച്ചിട്ടുള്ള ആളല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, പണ്ടും എനിക്കൊരു ജ്യോത്സ്യൻ എന്ന് പറയുന്ന ആളുകളുടെ മനസ്സിൽ എന്താണോ ഒരു കോൺസെപ്റ്റ് ഉള്ളത്, അത് പണ്ടും എനിക്കില്ല, ഇന്നും എനിക്കില്ല. ഞാൻ എൻ്റയർലി ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്, എൻ്റെ സ്വഭാവവും വേറെയാണ്. അതെ, ഞാനും എപ്പോഴും താങ്കളുടെ ഇൻ്റർവ്യൂസും അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള കാര്യം താങ്കളുടെ വസ്ത്രധാരണം. അതായത് നമ്മൾ ജ്യോത്സ്യൻ എന്ന് പറയുമ്പോൾ ഒരു പക്ക മുണ്ടും ഒക്കെ എടുത്ത് 2-ാം മുണ്ടൊക്കെ എടുത്ത് ഇട്ട് അങ്ങനെ കുറേ ആഭരണങ്ങളൊക്കെ ഇട്ട് അപ്പോൾ ആ സ്റ്റൈലിൽ നിന്ന് തികച്ചും വ്യത്യസ്തം. അത് ബോധപൂർവമായ ഒരു മാറ്റമായിരുന്നു അല്ലേ? അത് ബോധമല്ല. അതായത് എന്തെങ്കിലും 2 ഓപ്ഷനാണ്. ഒന്നുകിൽ ഞാൻ ജ്യോത്സ്യനാണെന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ വസ്ത്രധാരണം ഉണ്ടാക്കണം, എന്ന് വെച്ചാൽ ഞാനല്ലാതായി മാറണം. സത്യത്തിൽ ഒരു ജ്യോതിഷന്റെ അടുത്ത് ആളുകൾ വരുന്നത് അയാളുടെ ഡ്രസ് കോഡ് കണ്ടിട്ട് ഇഷ്ടപ്പെടാനല്ല, അയാൾ എന്ത് പറയുന്നു എന്ന് കേൾക്കാനാണ്. അയാൾ ആളുകൾക്ക് എങ്ങനെ സമാധാനം കൊടുക്കുന്നു എന്നറിയാനാണ്. ഞാൻ എന്ത് ധരിക്കുന്നു എന്നുള്ളതോ ഞാൻ എന്ത് കഴിക്കുന്നു എന്നുള്ളതോ അല്ല, ഞാൻ എന്താണ് നിങ്ങൾക്ക് തരുന്ന സന്ദേശം എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ ബോധപൂർവം ചെയ്യുന്നെങ്കിൽ ഞാൻ എൻ്റെ വസ്ത്രധാരണ രീതി മാറ്റണം.
ഞാൻ ഭയങ്കരമായിട്ട് 10 വിരളയിൽ മോതിരയിട്ട് 10 മാലയിട്ട് പിന്നെ വലിയ കുറികളിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ വേഷ്ടിയൊക്കെ ഇട്ട് എൻ്റെ സംസാര രീതികൾ മാറ്റി അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ജ്യോത്സ്യനാകാൻ വേണ്ടി അത് ചെയ്യേണ്ട സൗകര്യമുള്ളവർ വിശ്വസിക്കുക, വിശ്വാസമുള്ളവർ വരിക എന്നുള്ളതിനപ്പുറം ഇപ്പം ഞാൻ നോൺ വെജ് കഴിക്കുന്ന ആളാണ്, ഞാനത് പരസ്യമായിട്ട് പറയുന്ന ആളാണ്. ചിലപ്പോൾ എനിക്ക് പത്തനാപുരത്ത് ഹോട്ടലിൽ ചിക്കൻ കറി വിളമ്പി തരുന്ന ആൾ പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഓഫീസിൽ വന്ന് വളരെ ബഹുമാനപൂർവ്വം കേൾക്കാൻ വേണ്ടിയിരിക്കും. പ്രൊഫഷണലി ഞാൻ അവിടെയാണ് പ്രൊഫഷണൽ. അതിനിപ്പുറത്ത് ഞാനൊരു പച്ചയായ മനുഷ്യനാണ്. എല്ലാ ആളുകൾക്കുമുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ എനിക്കുമുണ്ട്. അല്ലാതെ ഡ്രാമ കാണിച്ച് ഇതിലിത്രേ ഉള്ളൂ, ഞാൻ പരസ്യമായിട്ട് പറഞ്ഞിട്ട് ചെയ്യുന്നു, മറ്റുള്ളവർ പുറത്ത് ഭയങ്കര കാണിച്ചിട്ട് രഹസ്യമായിട്ട് ചെയ്യുന്നു, ഇത്രേ ഉള്ളൂ കാര്യം. അപ്പം ഞാൻ എന്നെ ഒരു ജ്യോത്സ്യൻ എന്നുള്ള നിലയിൽ വിശ്വസിക്കാൻ ഇന്ന ഡ്രസ്സ് ഇടുക അങ്ങനെ പരിപാടിയില്ല, വേണേ വിശ്വസിച്ചാൽ മതി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. കാലഘട്ടത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാവണം. ഇപ്പോൾ ഒരു പദ്യമുണ്ട് ജ്യോതിഷത്തിൽ, ഏറ്റവും സമയമോശമുള്ള സമയത്ത് ചെയ്തുകൂടാത്ത കാര്യങ്ങൾ. അകാലചര്യാം മൃഗയാം ച സാഹസം സുദൂരയാനം ഗജവാജി വാഹനം ഗൃഹാപരേഷാം ഗമനം ച വർജയിൽ ഗൃഹേഷു രാജ വിഷമസ്ഥിതേഷു ച എന്നൊരു പദ്യമുണ്ട്. അകാലചര്യാം അകാലങ്ങളിലുള്ള യാത്രകൾ ഒഴിവാക്കണം. മൃഗയാം ച സാഹസം മൃഗീയ സ്വഭാവമുള്ള ആളുകളോ മൃഗങ്ങളുമായിട്ടുള്ള സാഹസങ്ങൾ ഒഴിവാക്കുക. സുദൂരയാനം ദൂരയാത്രകൾ കഴിവതും ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒഴിവാക്കുക. ഗജവാജി വാഹനം ആനയും കുതിരയും ഓടിക്കുന്നത് ഒഴിവാക്കണം. ഇപ്പം എൻ്റെ അടുത്ത് നോക്കിയാൻ വരുന്ന ഒരാളോട് കണ്ടകചനയാണ് ആനയും കുതിരയും ഓടിക്കുന്നത് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ തലയ്ക്ക് ഓളം വന്നല്ലേ അയാൾ വിചാരിക്കും. അപ്പം നമ്മൾ എന്ത് പറയും? ഡ്രൈവിംഗ് ശ്രദ്ധിക്കണം. മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ കച്ചവട താല്പര്യങ്ങളിലൂടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ വരുന്ന തലമുറയിൽ പിള്ളേർ ഇത് കളയുന്നേ. ഇന്നത്തെ പിള്ളേരോട് ചെന്നിട്ട് കോസ്മിക് രശ്മികളിൽ നിന്നുണ്ടാകുന്ന ബഹിസ്ഫുരണം എന്നൊക്കെ പറഞ്ഞാൽ അവരിതെടുത്ത് നോക്കത്തില്ലേ എന്താണ്? തീർച്ചയായിട്ടും നമ്മളെ പറഞ്ഞ് പറ്റിക്കാം. നമ്മൾ പറയും എന്തൊരു പണ്ഡിതനാണ് ഇയാൾ, എന്തൊക്കെയാണ് പറയും, എന്തൊരു അറിവാണ്, അവിടെ വരെ പറ്റും. അപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ വിശ്വാസി ആളുകൾ നാളെയും വേണം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ചെയ്യണം. മലയാളികളുടെ ഒരു പൊതു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ആരോഗ്യത്തിൽ പ്രശ്നം വന്നാൽ ഡോക്ടറെ കാണും, ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നാൽ ജ്യോതിഷനെ കാണും. അതാണ് മലയാളികളുടെ പൊതുവായ ഒരു സ്വഭാവ രീതി. ഞാൻ താങ്കളുടെ ഇതിൽ ശ്രദ്ധിച്ചിട്ടുള്ളത് വളരെ കൂളായിട്ടാണ് വരുന്നവരെ ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം നമ്മൾ വലിയ പ്രശ്നങ്ങളായിട്ടൊക്കെ ഇങ്ങനെ വന്നു കഴിയുന്ന ആളുകളുടെ അടുത്ത് ഇതൊക്കെ നിസ്സാര സംഭവം ആണ് എന്നുള്ള രീതിയിൽ അവരെ വളരെ കാമാക്കി തിരിച്ചു വിടുന്ന, സാധാരണ എല്ലാവരും അങ്ങനെ അല്ല. അപ്പം നമ്മൾ കണ്ടിട്ടുള്ള ലക്ഷങ്ങളുടെ പൂജ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന അമ്പലങ്ങളിൽ പോകണം, ഇങ്ങനെ പറഞ്ഞ് കുറേ പേടിപ്പിച്ച് തിരിച്ചു വിടുന്ന കാഴ്ച. അപ്പം പിന്നെ ഇവർ ഇത് ചെയ്യാനായിട്ട് വീണ്ടും സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്നു. അപ്പം എങ്ങനെയാണ് ആ ഒരു രീതിയിൽ ആളുകളെ സമാധാനിപ്പിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ചിലപ്പം ഈ പണ്ട് മുതലേ സംസാരിച്ച് വന്ന കാര്യമാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണും, ഒരു നിയമ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു വക്കീലിനെ കാണും. പക്ഷെ ഏറ്റവും രസകരമായ കാര്യം, ആരോഗ്യ പ്രശ്നമുള്ളവരും നിയമപ്രശ്നമുള്ളവരും കുടുംബ പ്രശ്നമുള്ളവരും വസ്തു പ്രശ്നമുള്ളവരും ഒക്കെ വന്ന് കാണുന്ന ആൾ ജ്യോത്സ്യനാണ്. എനിക്ക് അസുഖമുണ്ടോ, ഇന്ന ട്രീറ്റ്മെന്റ് ചെയ്താൽ പറ്റുമോ, എന്താ ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നു, ഇന്ന വക്കീലിന് കൊടുത്താൽ പറ്റുമോ, അല്ലെങ്കിൽ ഈ കേസ് എന്നത്തേക്ക് നമുക്ക് തീരാൻ സാധ്യതയുണ്ട് എന്നുള്ള 100 കണക്കിന് ചോദ്യങ്ങളാണ് ഫേസ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് ഒരു സന്തോഷം പറയാൻ കഴിവതും ആളുകൾ വരാറില്ല. ലോട്ടറി അടിച്ചെന്ന് പറയാൻ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് ആളുകൾ പോകാറില്ല. ശമ്പളം കൂടി കിട്ടി ആ സന്തോഷമാണെന്ന് പറയാൻ പോകാറില്ല. വിഷമങ്ങളായിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ഈ ജ്യോതിഷത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ബേസിക്കലി ഫസ്റ്റ് പ്രയോറിറ്റി അവർക്ക് സമാധാനം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ആത്മഹത്യ ചെയ്യാൻ തയ്യാറെടുത്തുകൊണ്ട് മുമ്പിലേക്ക് വരുന്ന ഒരാൾക്ക് അൾട്ടിമേറ്റായിട്ട് സമാധാനം കൊടുക്കുക ഇത് വലിയ കാര്യമല്ല. ഇത് പലപ്പോഴും നമ്മുടെയൊക്കെ പ്രശ്നം എന്താ അറിയോ, നമുക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ തൊട്ടപ്പുറത്ത് ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവും. പക്ഷെ നമ്മളത് ചിന്തിക്കാറില്ല. ഇപ്പോൾ ഒരു അമ്മയ്ക്ക് ഏറ്റവും വലിയ ജീവിതത്തിലെ വിഷമം അവരുടെ മകൻ്റെ കല്യാണം നടക്കാത്തതായിരിക്കും. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പുറത്ത് മക്കളില്ലാത്ത എത്രയോ പേരുണ്ട്, ഉള്ള മക്കൾ മരിച്ചുപോയവർ എത്രയോ പേരുണ്ട്, ഗുരുതരമായ അസുഖം ബാധിച്ച മക്കൾ എത്രയോ പേരുണ്ട്, ഒന്നിനും കൊള്ളാതെ വളരെ ക്രിമിനൽ മെൻറ്റാലിറ്റിയിൽ ജീവിക്കുന്ന മക്കൾ എത്ര പേരുണ്ട്, സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള മക്കൾ എത്ര പേരുണ്ട്. എൻ്റെ മകൻ അതില്ലല്ലോ എന്ന് ചിന്തിക്കുന്നില്ല എന്നുള്ള നമ്മുടെയൊക്കെ പോരായ്മയാണ്. എനിക്കും അങ്ങേക്കും ഒക്കെ വരുന്നൊരു പോരായ്മ, നമ്മൾ നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവുകളെ ഹൈലൈറ്റ് ചെയ്യും. ഞാൻ പറയുന്നത് അത് വേണ്ട, നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവുകളെ ഹൈലൈറ്റ് ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പോസിറ്റീവ്സ് ഉണ്ടെന്നേ. അത് നമ്മളുടെ, ഇത് ഞാൻ പറയുന്നതല്ല, നമ്മളുടെ ഹൈന്ദവ ആചാരങ്ങളിൽ പറയുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ ഈ സൈക്കോളജിസ്റ്റുകൾ ഡിപ്രഷൻ പോലെയുള്ള ആങ്സൈറ്റി പോലെയുള്ള കാര്യങ്ങൾക്ക് ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞിട്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ ഇതിൻ്റെ ഒറിജിൻ, ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചാണ്. ഒറിജിൻ എന്ന് പറയുന്നത് ഹിന്ദു ഫിലോസഫിയും ബുദ്ധിസവും സൂഫീസവുമാണ്. ഇപ്പോൾ ഹിന്ദു ഫിലോസഫിയിലെ
എസൻസിനെ എടുത്തുകൊണ്ട് ഡെവലപ്പ് ചെയ്ത് അവർ കൊണ്ടുവരുമ്പോൾ ഇവിടെ ഇതിനെ പഠിക്കാൻ ആളുകൾ ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട്. ഇത് ശ്രമിക്കണം, ഇത് നമ്മളിലുണ്ടെന്നേ. ഇത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളുടെ പോസിറ്റീവുകളെ നമുക്കുള്ളതിനെ ഹൈലൈറ്റ് ചെയ്യുക. ഇപ്പം എന്നെ സംബന്ധിച്ച് ഫിനാൻഷ്യലി ഞാൻ ഭയങ്കര സ്റ്റേബിൾ അല്ല, അതെൻ്റെ അഹങ്കാരമാണ്. നേരത്തെ പറഞ്ഞ പോലെ വരുന്നവരെ ഒന്ന് പേടിപ്പിച്ച് പൈസ മേടിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടും ഞാൻ അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ ഇപ്പുറത്ത് നോക്കുമ്പോൾ നമ്മളെ ആരും കള്ളനെന്ന് വിളിക്കത്തില്ല, നീ പറ്റിച്ചു എന്നൊരാൾ പറയത്തില്ല. പിന്നെ അത്യാവശ്യം ഞാൻ വലിയ കുഴപ്പമില്ലാതെ എൻ്റെ ഫാമിലി ലൈഫിൽ ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, നല്ല കുട്ടികളാണ്, സാമൂഹിക വിരുദ്ധ സ്വഭാവമൊന്നും ഇതുവരെ ഇല്ലാത്ത കുഞ്ഞുങ്ങളാണ്. അപ്പം നമ്മൾ ആ പോസിറ്റീവുകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എനിക്ക് സമാധാനം തരുന്ന. എന്നാൽ അയ്യോ എനിക്ക് പൈസയില്ല, എനിക്കൊന്നും പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ഈ വരുന്ന ആളുകൾ മറ്റേ ആൾ ഇത്ര രൂപ മേടിക്കുന്നുണ്ട്, അവർ 50,000 മേടിക്കുന്നുണ്ട്, എനിക്കിത് പറ്റുന്നില്ല എന്ന് ചിന്തിച്ചു പോയാൽ എനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഞാൻ കൊടുക്കുന്നത് അൾട്ടിമേറ്റ് ആയിട്ട് സമാധാനമാണ്. പിന്നെ AI-യും അങ്ങനെയുള്ള ടെക്നോളജികളൊക്കെ ഒരുപാട് കൂടിയ കാലം, യുവതലമുറയ്ക്ക് ഈ ജ്യോതിഷത്തോട് എങ്ങനെയാണ് അവരുടെ ഒരു രീതി? എന്തായിരിക്കും യുവതലമുറയെ പറ്റി പിന്നെ തോന്നുന്നത് ഇതിനെ ജ്യോതിഷത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലും പറ്റി? എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ കുറച്ചും കൂടെ റിസ്ക് എടുക്കാനൊക്കെ തയ്യാറായിരിക്കും, എന്നാലും ഒരു പ്രശ്നം വരുമ്പോൾ നോക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു യുവതലമുറ കുറച്ചുകൂടി അനാചാരങ്ങളിലേക്ക് പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ വരുന്ന കുഞ്ഞുങ്ങളെ പറ്റിയല്ല, ഇപ്പോൾ ഒരു 20-ന് മേളിലോട്ടുള്ള പിള്ളേര് അവർക്കിപ്പോഴും ഈ ബ്ലാക്ക് മാജിക്, മറ്റവർ ഇത് ചെയ്യോ ഇത് ചെയ്യോ അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ അവരിപ്പോഴും സ്റ്റിക്ക് ഓൺ ആണ്. എൻ്റെ അടുത്ത് വരുന്ന ഒത്തിരി വലിയ വിഭാഗം ഈ പിള്ളേര് സെറ്റുണ്ട്. അത് പക്ഷേ പൊരുത്തം നോക്കൽ അങ്ങനത്തെ കാര്യങ്ങളിലും ഒക്കെയാണ്. പക്ഷെ അവർ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഈ ഇത്തരം പിന്നെ ഈ അനാചാരങ്ങളിൽ കൂടുതലായിട്ട് അവർ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ യൂട്യൂബുകളിൽ നിന്ന് കിട്ടുന്ന ഒരു സജഷനാണ്. ഒന്ന് ചുമ്മാ എടുത്ത് നോക്കുന്നേ, എന്ത് പറയാമെന്ന നിലയിലേക്ക് ഹൈന്ദവ സംസ്കാരത്തെ കുറേ യൂട്യൂബിലിരുന്ന പറയുന്ന ആളുകൾ അതപ്പതിപ്പിച്ചിട്ടുണ്ട്. എന്തും പറയാം എന്ന നിലയിലേക്ക്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ, എനിക്ക് എൻ്റെ ഫോണിൽ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിക്കുന്ന വോയിസ് ഒക്കെ കിടപ്പുണ്ട് കേട്ടോ. ഒരു സ്ത്രീ എനിക്കൊരു മെസ്സേജ് അയച്ചാണ്, എൻ്റെ ഭർത്താവ് എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ്, ചിലപ്പോൾ ഞാൻ മരണപ്പെട്ടു പോയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പേടിച്ചു പോയി, നമുക്ക് എന്തിനാണ് ഇവർ അയക്കുന്നത്? അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ നിങ്ങളുടെ വിഷയം? അപ്പോൾ അവർ ലിങ്ക് അയച്ചായിരുന്നു. ഞാൻ കയറി നോക്കിയപ്പം അവിഹിത ബന്ധ യോഗമുള്ള നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. ആളുടെ മുഖമൊന്നുമില്ല, പക്ഷെ നമ്പറൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് കുറേ നക്ഷത്രങ്ങൾ പറഞ്ഞേക്കുവാണെന്നേ. പണ്ടാരി എൻ്റെ നക്ഷത്രമുണ്ട്, അതല്ലേ ഏറ്റവും വലിയ വിഷമം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അയാളുടെ നമ്പർ അവസാനമുണ്ട്, അതിന് ഞാൻ വിളിച്ചിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തു. ഞാൻ പറഞ്ഞു, എൻ്റെ സുഹൃത്തെ, വളരെ മാന്യമായിട്ടാണ് പറഞ്ഞത്, നമ്മൾ ഒരു കാര്യം പറയുമ്പം അത് മറ്റുള്ളൊരു വിശ്വാസം ഇത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി പറയണം. നിങ്ങൾ പറയുന്ന ഈ അവിഹിത ബന്ധ യോഗമുള്ള നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ജ്യോതിഷമല്ല. പക്ഷെ നിങ്ങളിത് പറയുമ്പോൾ, ജ്യോതിഷത്തിൻ്റെ പേര് പറയുമ്പോൾ, ഇത് കേൾക്കുന്ന ആൾ ഇത് ജ്യോതിഷമാണ്, റിയാലിറ്റി ആണെന്ന് വിചാരിക്കും. ഇയാളൊരു സംശയരോഗിയാണെങ്കിൽ ആ കുടുംബം തകരുകയാണ്. ഇനി ഇയാളൊരു ലഹരി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ അത് കൊലപാതകത്തിലേക്ക് നയിക്കും. ഇയാൾക്ക് സംശയം. ഇപ്പം നമ്മളൊരാളെ സംശയിക്കാൻ തുടങ്ങിയാൽ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് കണക്ട് ചെയ്ത് സംശയത്തിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പം ഇത്തരത്തിൽ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. താങ്കളുടെ മുമ്പിൽ ഇപ്പം ജാതകമായിട്ട് ഒരാൾ വരുന്നു, അപ്പോൾ നമ്മൾ ആ ജാതകം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരെണ്ണമാണ് എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ വരുമ്പം എങ്ങനെ അവരെ അത് മീൻസ് ഇപ്പൊ അധികം വൈകാതെ മരണം സംഭവിക്കും, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, മരണം എങ്ങനെ പ്രവചിക്കുക? മരണം പ്രവചിക്കാൻ പറ്റത്തില്ല, അത് വെറുതെ പറയുന്നതാണ്. കാരണം എന്താ പറയുക, ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് പണ്ട് 120 വയസ്സാണ്. ജ്യോതിഷത്തിൽ 120 വയസ്സ് പരമായുസ് വെച്ചാണ് എഴുതിയിട്ടുള്ളത്. ഈ മരണം എങ്ങനെ പ്രവചിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെ ജ്യോതിഷന്മാരൊക്കെ വാഹനാപകടത്തിൽ എങ്ങനെ മരിക്കുക? എൻ്റെ സമയത്ത് മരിക്കുമെന്ന് പറഞ്ഞപ്പം ഒളിച്ചിരുന്നാലും മരിക്കുമായിരിക്കും, പക്ഷെ എങ്കിലും അവർക്കറിയാലോ എന്തെല്ലാം പ്രതീക്ഷകളിലാണ് മുന്നോട്ട് പോകുന്നത്. എന്തിനാണ് മരണത്തെ പറ്റി അറിയുന്നത്? ആക്ച്വലി അതിൻ്റെ ആവശ്യം എന്താ? ഉള്ള ജീവിതം സന്തോഷമായിട്ട് സമാധാനമായിട്ട് പോവുക. മരണം എന്ന് പറയുന്നത് പ്രവചിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഞാൻ തന്നെ ഇത് പറഞ്ഞു തീരുന്നവരെ ഇവിടെ ഇരിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് പോലും ഒരു ഉറപ്പില്ല. അത് തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ നല്ല ഒരു ലക്ഷണത്തെ ജാതകം എന്നൊക്കെ നമ്മൾ പറയും, അങ്ങനെയൊക്കെ ഇല്ലേ? അപ്പം അങ്ങനെ അതിന് എങ്ങനെയാണ് അതിന് ഒരു നിർവചനം? അല്ല, ഈ ജാതകം ഒബ്സർവ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ തികഞ്ഞ ജാതകം എന്നൊരു ജാതകമൊന്നുമില്ല. ഓരോരോ ഭാഗത്ത് ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും. ഇത് ഒത്തിരി ഘടകങ്ങളാണ് ഇതിൽ. ജാതകമുണ്ട്, ദശാകാലഘട്ടമുണ്ട്, ഛിദ്രമുണ്ട്, ചാരവശാലുള്ള ഫലമുണ്ട്, സ്ഫുടങ്ങളുണ്ട്. ഇതിനെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഒരു ഫലം പറയുന്നത്. അല്ലാതെ അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ജാതകം നല്ലത്, അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ജാതകം ദോഷം, അങ്ങനെയില്ല. പല ഘടകങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഇതിനൊരു എസൻസ് ആണ് നമ്മൾ ഒരാളുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. അത് എത്രത്തോളം പെട്ടെന്ന് ബുദ്ധിപൂർവ്വം ഈ എസൻസ് എടുക്കാൻ പറ്റുന്നോ അയാൾ ജ്യോതിഷത്തിൽ ശോഭിക്കും.
എത്രത്തോളം പെട്ടെന്ന് ഇതിനെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ബുദ്ധിപൂർവ്വം അവതരിപ്പിക്കാൻ ഈ ജ്യോതിഷത്തിൽ തന്നെ തുടങ്ങുമ്പം ഹോരാ തന്ത്രമുള്ള ആളായിരിക്കണമെന്നൂടാ. വെറുതെ എന്തും പറയുന്ന ആളല്ല. തന്ത്രം. ഇതിനകത്ത് ബോഡി ലാംഗ്വേജ് പറയുന്നുണ്ട്. ഒരാൾ വരുമ്പോ ദൂതൻ മുമ്പിൽ ഇടത്തേക്കാൾ വെച്ച് ചോദിക്കലുത്തമം, മറ്റേക്കാൽ മുമ്പിലായേടിലാകാ ചോദ്യങ്ങളൊന്നുമേ, രണ്ടു കാലും ഉറപ്പിച്ചു നിന്ന് ചോദിക്കലുത്തമം, കാലിളക്കിയിട്ട് ചോദിക്കൽ കഷ്ടമെന്നത് നിശ്ചയം. ദൂതൻ മൂരി നിവർന്ന് കൈകുടകിലും ശുഷ്കം മരം ചാരിലും കൈകൊണ്ടൊന്നു നുറുക്കിലും ധരണിമേൽ കാൽകൊണ്ടു കീറിയിടിലും കൈകാലൊന്നു പിണക്കിലും നവദ്വാരങ്ങൾ തുട്ടിയിടിലും വ്യഗ്രം പൂണ്ട് നടക്കിലും വിവശനായി മിണ്ടാകിലും നിന്നിതെന്നൊക്കെ പറഞ്ഞ് ബോഡി ലാംഗ്വേജ് പഠിക്കുന്നുണ്ടെന്ന്. എന്നുവെച്ചാൽ ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ അയാളുടെ ചേഷ്ടകൾ വെച്ചിട്ട് അയാളോട് ഇന്നതാണെന്ന് പറയാൻ വേണ്ടി. ഇത് അതാ ഞാൻ പറഞ്ഞു, ഇത് ഒരു ഘടകമല്ല, ഒരുപാട് ഘടകങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഇതിനെ എത്രയും പെട്ടെന്ന് ഒരാൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റുമോ അയാളാണ് സക്സസ്. ഇല്ലാതെ വെറുതെ ഇരുന്ന് സമയം കളഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ജാതകം ഇതൊക്കെ ആയിട്ട് കൂടുതലും വരുന്നത് സ്ത്രീകളാണോ സ്ത്രീകളാണ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അല്ല, മീൻസ് ഇപ്പൊ ഇങ്ങനെയുള്ള ഈ കല്യാണ സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ദാമ്പത്യ പേരൻസ് ആണ് അല്ലെ കൂടുതലും. പ്രേമിച്ചിട്ടാണ് പിള്ളേർ കൂടുതൽ എൻ്റെ അടുത്ത് വരാറുള്ളത്. കോംപ്ലിക്കേഷൻ എങ്ങനെ പരിഹരിക്കാം അങ്ങനത്തെ സാധനം. അല്ലാതെ അമ്മമാരാണ്, പേരൻസ് ആണ് കൂടുതൽ മക്കളുടെ കാര്യത്തിൽ. അവർക്ക് ഈ ചെറുതേ മുതലേ പിള്ളേരെ എങ്ങനെ കെട്ടിച്ചുവിടാം എന്ന് ചിന്തിക്കുന്നത്. ഈ പിള്ളേർക്കാണെങ്കിൽ എപ്പോഴെങ്കിലും കല്യാണം കഴിക്കുകയും വേണ്ട. അല്ല, ഇപ്പം നമ്മൾ ജാതകം നോക്കിയൊന്നും അല്ലല്ലോ പ്രേമിക്കുന്നത്. ഇപ്പോൾ ഒരാളെ ഇഷ്ടപ്പെട്ടു, അത് കഴിഞ്ഞ് വീട്ടുകാരുടെ നിർബന്ധത്തിന് നമ്മൾ ജാതകം നോക്കി ഇത് ഒട്ടും ചേരില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അപ്പം അങ്ങനെയുള്ളവർ വന്നാൽ എന്ത് ചെയ്യും? ജ്യോതിഷത്തിൽ തന്നെ പദ്യമുണ്ട്. സ്യാം മനസമാസക്തം ദാമേവ വിവഹേൽ ബുധ സർവാനുഗുണഭാഗേബി മനോനുഗുണദാധിക എന്നൊരു പദ്യമുണ്ട്. ദാമ്പത്യോശ്ച അന്യോന്യം ആസക്തി ചുപത വിശേഷത പ്രോക്ത പാണിഗ്രഹണം നിരണാം അത്യർത്ഥം ചിന്തനീയം സത് എന്നൊരു പദ്യമുണ്ട്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള പദ്യങ്ങൾ ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ പ്രണയിച്ചിട്ട് പിന്നെ പൊരുത്തം നോക്കരുത്. നിങ്ങൾ പ്രണയിച്ചാൽ കല്യാണം കഴിച്ചോണം. അല്ലാതെ തേക്കാൻ വേണ്ടി പൊരുത്തം നോക്കാനൊന്നും ആരുടെ അടുത്തേക്ക് പോകണ്ട. ഇപ്പം നേരത്തെ പറഞ്ഞ് തുടങ്ങിയ സാധനം തന്നെ, ഒരാളോട് ഇഷ്ടം തോന്നിയാൽ നമ്മൾ പോയി നിന്നെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയും. അല്ലാതെ നിന്റെ ജാതകം തരൂ നോക്കട്ടെ എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ജ്യോതിഷത്തിൽ തന്നെ പറയുന്നുണ്ട്, പദ്യങ്ങളാണ് പ്രേമിച്ചിട്ട് പൊരുത്തം നോക്കരുത്. ഇപ്പം മീഡിയയിലേക്കുള്ള കടന്നുവരവ് എങ്ങനെയാണ്? കാരണം ഇത് മീഡിയയിലെ ജ്യോതിഷം സെഗ്മെൻറ്റുകൾ ചെയ്യുന്നു, അതുകൂടാതെ അഭിനയ രംഗത്തേക്കും കടന്നു. അപ്പോൾ അതെങ്ങനെയാണ് അഭിനയ രംഗത്തേക്ക്? അത് ചെയ്ത വേഷങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അതെങ്ങനെയാണ്? സുഹൃത്തുക്കളൊക്കെ വിളിക്കുമ്പോൾ പോകുന്നു എന്നുള്ളതല്ലാതെ ഞാൻ അത്യാവശ്യം എനിക്ക് സിനിമാ മേഖലയിൽ നല്ല ബന്ധങ്ങളുള്ള ആളാണ്. അത്യാവശ്യം എല്ലാ സെലിബ്രിറ്റികളായിട്ട് നല്ല ബന്ധമുണ്ട്. പക്ഷെ ഞാൻ ആരോടും എനിക്കൊരു സിനിമ തരണേ, എന്നെ കൂടെ നിങ്ങളോട് അഭിനയിപ്പിക്കണേ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഡയറക്ടേഴ്സ് എനിക്ക് സുഹൃത്തുക്കളായിട്ടുള്ളവർ അവർ എന്നെ വിളിച്ചിട്ട് ആണ് ഇങ്ങനെ ഒരു വേഷമുണ്ട് നിങ്ങൾ വാ എന്ന് പറയുമ്പോൾ പോയി ചെയ്യുന്നതിനപ്പുറം ഇതൊരു എൻ്റെ ഒരു പാഷനല്ല. ഇത് ചെയ്യണം, അങ്ങനെ ചെയ്തേ പറ്റൂ, അങ്ങനത്തെ ഉള്ള ചിന്തയൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കില്ല. പിന്നെ ഇപ്പോൾ കഥ ഇന്ന് വരെ എന്നുള്ള സിനിമ വിഷ്ണു മോഹൻ്റെ അതിൽ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ലൂയിസ് എന്ന് പറഞ്ഞ പടത്തിലുണ്ടായിരുന്നു. തങ്കമണിയിൽ ചെറിയ വേഷം ഉണ്ടായിരുന്നു. ഇപ്പം പെണ്ണുകേസ് എന്ന് പറഞ്ഞ പടത്തിൽ റീസെൻ്റ്ലി അത്യാവശ്യം കൊള്ളാവുന്ന വേഷമാണ്. പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ മോളുടെ തുടക്കം എന്ന് പറഞ്ഞ സിനിമയിൽ കുഞ്ഞൊരു സീനുണ്ട്. അത് എൻ്റെ ജ്യോതിഷ പരിപാടിയുടെ ഒരു സീനാണ്. കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അതിൽ കാണാൻ പറ്റും. എന്നാലും അന്ന് നല്ല ഞങ്ങളെപ്പോലുള്ളവർക്കും താങ്കളെ ആ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു സന്തോഷം, നമുക്ക് പരിചയമുള്ള ആരെയോ കാണുന്നു എന്നുള്ള ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ അതിൽ. പിന്നെ അതുപോലെ തന്നെ ഫാമിലിയെ കുറിച്ച്, ഇപ്പം വൈഫ് അഡ്വക്കേറ്റ് ആണ്, 2 കുട്ടികൾ, അവരുടെ വിശേഷങ്ങൾ എന്താ? മോള് 10ാം ക്ലാസ്സിലാണ് ഇപ്പോൾ എഴുതിയിട്ട് നിൽക്കുകയാണ്. മെയിൽ ആദ്യം റിസൾട്ട് വരും. മോൻ 5ലേക്കാണ്. മോള് സ്റ്റേറ്റ് സിലബസിലാണ് പഠിക്കുന്നത്. താലൂക്ക് സമാജം പുനലൂർ ഒരു ഗേൾസ് സ്കൂളുണ്ട്, അവിടെയാണ് പഠിക്കുന്നത്. മോന് അവിടുത്തെ ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് പുനലൂർ പഠിക്കുന്നത്. പിന്നെ ഫാമിലി ഞങ്ങളങ്ങനെ താമസിക്കും. പിന്നെ അമ്മയുണ്ട്, 2 സഹോദരങ്ങളാണ് ഉള്ളത്. കുഴപ്പമില്ലാതെ പോകുന്നു. മക്കൾക്ക് ആർക്കെങ്കിലും ജ്യോതിഷത്തിലേക്ക് താല്പര്യമുണ്ടോ? കൊച്ചു പിള്ളേരല്ലേ? അല്ല, മോള് ഇപ്പം 10ലൊക്കെ ആയില്ലേ? അവരുടെ ഒരു ലക്ഷ്യമൊന്നും, അവർക്ക് മറ്റ് ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും. അവര് ചോദിക്കാറുണ്ടോ ഞങ്ങളുടെ ജാതകം എങ്ങനെയുണ്ട്? അവളങ്ങനെ ചോദിക്കാറൊന്നുമില്ല. ഈ പരീക്ഷയ്ക്ക് പോയപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛാ ഞാൻ ജയിക്കുമോ എന്ന് ചോദിച്ചു. അവൻ പഠിച്ചാൽ ജയിക്കും, പഠിച്ചിട്ടുണ്ടെങ്കിൽ പോയി എഴുതാം എന്ന് പറഞ്ഞു. അവിടെ ആ ടോപ്പിക്ക് അവിടെ അവസാനിച്ചു. വൈഫിന് എങ്ങനെയാണ് ഇതിലൊക്കെ വിശ്വാസം? അത്യാവശ്യം ഈ അമ്പലങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര വിശ്വാസം. ഭയങ്കര കറകളഞ്ഞ കടക്കലുള്ളതാ. കടക്കലെ ഒരു ദേവീക്ഷേത്രമുണ്ട്. ആ കടക്കലമ്മയുടെ വലിയ ഭക്തയാണ്. വണ്ടിയിലൊക്കെ കടക്കലമ്മ ഐശ്വര്യമൊന്നും അങ്ങനെയൊക്കെ കാറിലൊക്കെ എഴുതി അങ്ങനത്തെ. അത് അത്യാവശ്യം നല്ല വിശ്വാസമുള്ള. ജ്യോതിഷത്തിലും അങ്ങനെ ഇപ്പൊ ഡെയിലി വിളിച്ചിട്ട് ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല.
മേ ബി നോക്കി ഞാനല്ലാതെ അങ്ങനെ ഇപ്പോൾ നോക്കി പറയുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഈ മക്കളുടെയൊക്കെ ജാതകം ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറയില്ല, ഞാൻ അങ്ങനെ അപ് ടു ഡേറ്റ് കാര്യങ്ങൾ വെറുതെ ഗ്രഹനിലയൊക്കെ അന്ന് എടുത്ത് നോക്കി എന്നുള്ളതിനപ്പുറം അങ്ങനെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അതിനൊക്കെയുള്ള സമയം വരാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ എൻ്റെ മോളെ സംബന്ധിച്ച് അവളോട് അങ്ങനെ പഠിക്കണം എന്ന് നമ്മൾ പറയുന്ന ലെവലിലേക്കൊന്നും അവള് ഒരു മടി പിടിച്ചിരുന്നിട്ട് കണ്ടിട്ടില്ല. അത്യാവശ്യം ഇരുന്ന് പഠിക്കും. അതാണല്ലോ നമ്മളൊരു കുട്ടികളെ സംബന്ധിച്ച് നമുക്കുള്ളൊരു കോൺഷ്യസ്. അപ്പം അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം ഒന്നും തന്നിട്ടില്ല. ഞാൻ പോയി കിടന്ന് ഉറങ്ങുമെന്ന് പറയുന്നത് പോലെ ഇരുന്ന് പഠിക്കുന്നതാണ് ഞാൻ കണ്ടേക്കുന്നത്. റിസൾട്ട് എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല, പക്ഷെ കണ്ട പഠിത്തം അത്യാവശ്യം മെനക്കെട്ടിരുന്ന് പഠിക്കും. അപ്പം നമുക്ക് ഇവർക്ക് എന്തെങ്കിലും പോരായ്മ വരുമ്പോഴാണല്ലോ ഇപ്പുറത്ത് നമുക്ക് നോക്കേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും. ഇത്രയും തിരക്കേറിയ സമയത്തിനിടയിലും ഞങ്ങളോടൊപ്പം ACVയോടൊപ്പം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. തങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രേക്ഷകരോട് എന്താണ്? എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം, ഞാൻ നേരത്തെ GCN എന്ന് പറഞ്ഞു. ഞാൻ സത്യത്തിൽ ACVയിൽ വാർത്ത വായിച്ചിട്ടുണ്ട്. കൊല്ലം ACVയിൽ വർഷങ്ങൾ വാർത്ത വായിച്ചിട്ടുണ്ട്. അപ്പോൾ ACV എന്ന് പറയുന്നത് ACV കുടുംബത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ACV എപ്പോൾ വിളിച്ചാലും വരാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കാരണം എൻ്റെ കരിയർ ഡെവലപ്മെൻറ്റിൽ എനിക്ക് സംസാരിക്കാൻ എൻ്റെ കഴിവിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നതിൽ ACV വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടുംപുറത്ത് മറ്റാരും പറയാത്ത സത്യങ്ങൾ, മറ്റാരും കാണിക്കാത്ത കാഴ്ചകൾ ACV കാണിക്കും. കാരണം ACVക്ക് അത്രയും ഡെപ്തായിട്ട് ഗ്രൗണ്ട് ലെവലിൽ ബന്ധങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ACV മുന്നോട്ട് പോകട്ടെ. എല്ലാ ACV പ്രേക്ഷകർക്കും വിഷു ആശംസകൾ നേരുന്നു.